നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ സിനിമ സ്റ്റൈൽ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. തെരുവുനായ ശല്യത്തിനെതിരെയുള്ള അധികാരികളുടെ അനങ്ങാപ്പാറ നയം. ചാലക്കുടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി 2020. വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാത്ത പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായി ആചരിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക്. നാളെ രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം. വിശദമായ വാർത്തയിലേക്ക്. കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ സിനിമ സ്റ്റൈൽ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. കിലോമീറ്ററുകൾ ദൂരം വാഹനത്തെ പിന്തുടർന്ന് സിനിമ സ്റ്റൈലിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയാണ് സംഭവം. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് സ്പിരിറ്റ് വാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്നത്. എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പിക്കപ്പ് ഡ്രൈവർ അതിവേഗം വാഹനം ഓടിച്ചുപോയി. പിന്നാലെ എക്സൈസ് സംഘവും പാഞ്ഞു. സ്പിരിറ്റ് വാഹനം കിഴക്കേക്കോട്ട കുട്ടനല്ലൂർ വഴി കുരിയച്ചിറ സംസ്ഥാന പാതയിലേക്കെടുത്തു. എക്സൈസ് സംഘവും പിന്തുടർന്നു. ഒടുവിൽ കുരിയച്ചിറ സെന്ററിൽ വെച്ച് പിക്കപ്പ് വാനിനെ എക്സൈസ് വാഹനം വട്ടം നിർത്തി പിടികൂടുകയായിരുന്നു. ഇതിനിടെ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു. വാഹനം പരിശോധിച്ചതിൽ നിന്നും 43 കന്നാസുകളിലായി സൂക്ഷിച്ച 2000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു. വാഹനത്തിന്റെ നമ്പർ പ്രകാരം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് RC ഓണർ. പക്ഷേ ഇത് സ്ഥിരീകരിക്കാനാവില്ല എന്നും നമ്പർ വ്യാജമായിരിക്കാമെന്നും എക്സൈസ് അറിയിച്ചു. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പിടികൂടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. 50ഓളം മീറ്റർ ദൂരത്തിൽ വിള്ളലുണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളലടച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ദേശീയപാത അധികൃതർ വേഗത്തിലെത്തി വിള്ളലടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഇതുവരെയും ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ് ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തെരുവുനായ ശല്യത്തിനെതിരെയുള്ള അധികാരികളുടെ അനങ്ങാപ്പാറ നയം. ചാലക്കുടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി 2020. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ നിൽപ്പ് സമരം സംഘടിപ്പിച്ച 2020 ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി. നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു. അധികൃതരുടെ അനാസ്ഥ മൂലം ചാലക്കുടി ടൗണിൽ തെരുവുനായകളുടെ എണ്ണം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ച് സംസ്ഥാന വ്യാപകമായ ഈ സാമൂഹ്യ വിപത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിഷേധ സമ്മേളനത്തിൽ ജോസ് മാവേലി ആവശ്യപ്പെട്ടു.
സ്ത്രീകൾക്കും കുട്ടികൾക്കും പട്ടികളെ പേടിച്ച് വഴിയിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ജനക്ഷേമ പാർട്ടിയായ 2020 പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് പറഞ്ഞു. നിയോജകമണ്ഡലം ഭാരവാഹികളായ ജോർജ് മാർട്ടിൻ, PD വർഗീസ്, ഡോൺ ബോസ്കോ, ഷിബു വർഗീസ് പെരേപ്പാടൻ, ബോണി വെളിയത്ത്, മാത്യൂസ് പാപ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിന് മുനിസിപ്പാലിറ്റി ചെയർമാനും മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും എല്ലാവരും അവർക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 6 മാസം മുമ്പ് പറഞ്ഞതാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം ഞങ്ങളെ രക്ഷിക്കണമെന്ന്. വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാത്ത പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായി ആചരിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രകടനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ OS ചന്ദ്രൻ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, VO പൈലപ്പൻ, MT ഡേവിസ്, ജോണി പുല്ലൻ, K ജെയിംസ് പോൾ, ഷോൺ പെല്ലിശ്ശേരി, ഘടകകക്ഷി നേതാക്കളായ ജോൺ മുണ്ടൻമാണി, വിൽസൺ മേച്ചേരി, മീരാസ വെട്ടുക്കൽ, ഫ്രാൻസിസ് പിൻഹീറോ, AK ഉണ്ണികൃഷ്ണൻ, CB വട്ടലായി, അനിയൻ കൊടകര, വർഗീസ് കണ്ടംകുളത്തി എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ റാഫി കല്ലുപാലം, ജുവിൻ കല്ലേലി, ജോൺസൺ കണ്ടംകുളത്തി, KT വർഗീസ്, PP ആഗസ്തി, ഡാർലി പോൾസൺ, ഡെന്നി ആന്റണി, സിനി ലോനപ്പൻ, ലിൻസൺ നടവരമ്പൻ, ഷാജു പുതിയേടൻ, ഷാജു വല്ലത്തുകാരൻ, ജോഷി മാസ്റ്റർ പടിഞ്ഞാക്കര, റീന ജോസഫ്, സിൻഡോ മാത്യു, ജോർജ് തീത്തായി, മനോജ് കമ്മുകത്ത്, ലോനപ്പൻ വെണ്ണാട്ടുപറമ്പിൽ, ജാൻസി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക്. നാളെ രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ബെന്നി ബെഹനാൻ MP ഉപവാസ സമരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശനം നടത്തി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് MLA കൂട്ടിച്ചേർത്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 220 രൂപ കൂടി ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ സിനിമ സ്റ്റൈൽ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി.
നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. തെരുവുനായ ശല്യത്തിനെതിരെയുള്ള അധികാരികളുടെ അനങ്ങാപ്പാറ നയം. ചാലക്കുടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി 2020. വികസന പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കാത്ത പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായി ആചരിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക്. നാളെ രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.